ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഒന്നും പറയാനുണ്ടോ, കിടുപടം എന്ന് പറഞ്ഞാൽ കിട്ടു സിനിമ എന്ന് വെച്ചാൽ ഒരു എൻ്റർടൈനർ, നമുക്ക് സംതൃപ്തി നൽകുന്ന ചിത്രം വേണമല്ലോ നമ്മൾ കാണാൻ. ആ ഒരു സംതൃപ്തി നമുക്ക് ഇതിനകത്തൂടെ കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സീൻ തിയേറ്ററൊക്കെ നിറഞ്ഞ കയ്യടിയോട് കാണാമെന്ന് പറഞ്ഞാൽ അതാണല്ലോ പഴയ ന്യൂബോളില്ലേ, നമ്മുടെ പഴയ ഏതാ വടക്കൻ സെൽഫിയും അങ്ങനത്തെ കുറേ പടങ്ങളാക്കി ന്യൂബോളി. ആ ന്യൂബോളിയിൽ നമുക്ക് തിരിച്ച് കിട്ടിയ പോലെയാണ് തോന്നുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒന്ന് ഓടിയ കഥകളൊക്കെയാണ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ എടുത്ത രീതി ഗിരീഷ് തകർത്തിട്ടുണ്ട്. ഗിരീഷ് എടി എന്ന് വെച്ചാൽ നമ്മൾ നോക്കി പടത്തിൻ്റെ കഥയൊക്കെ ഒരു കോമൺ കഥയാണല്ലോ, പക്ഷേ ആ സിറ്റുവേഷൻ തരത്തിട്ട് പുള്ളിയുടെ ഓരോ നമ്പറും കോമഡികളൊക്കെയാണ് പടത്തിൻ്റെ വിജയം വന്നത്. വിടുകേട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിവിൻപോളി മാത്രമല്ല, മമത ബൈജു, സുരേഷ് കൃഷ്ണ, റോഷന്, അതിനകത്ത് അഭിനയിച്ച ആരും ഒന്ന് കിട്ടുമായിട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റിലൊന്നും ഇല്ലാതായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ കിട്ടിപ്പം മേക്കിംഗ് ആണല്ലോ പടത്തിൻ്റെ ഒരു വിജയം വന്നത്. ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് പോയി കാണാം. കുടുംബമായിട്ട് വന്ന പ്രശ്നം ഉറപ്പാണ് കൊണ്ടുപോകും. കാരണം ഇതുപോലുള്ളൊരു ഓണം സീസണൊക്കെ ഇതുപോലുള്ള ആക്ഷൻ പടങ്ങളൊന്നും അല്ല, ഇതുപോലെയുള്ള കുടുംബപ്പടങ്ങളെ ഓടുള്ളൂ. ആ കുടുംബപ്പടം പുള്ളി തകർത്ത് വാരിയിട്ടുണ്ടെന്ന് വെച്ചാൽ പിള്ളേർക്കും പെണ്ണുങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ഇതായിട്ടാണ്, സ്റ്റൈലായിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. ഗിരീഷയുടെ വിജയം ഇത് പറയാനുള്ളൂ. നിവിൻപോളിയുടെ വമ്പൻ തിരിച്ചു വന്നു. ഇതിനേക്കാളും ഒരു വമ്പൻ തിരിച്ചവർ വന്നിട്ടുണ്ട്. ഇടുപടം അവിടെ ഒന്നും പറയാനില്ല. നല്ലൊരു ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ഇടുപടം. ബെത്ലഹേം കുടുംബ യൂണിറ്റ്.